നമ്മൾ ഈ വിചാരിക്കുന്ന ഫുൾ എ പ്ലസ് ഒക്കെ പുഷ്പം പോലെ നിങ്ങളുടെ കയ്യിൽ പോരും. ഞാനിത് കഷ്ടപ്പെട്ട് പണിയെടുത്തുണ്ടാക്കിയതാന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സന്തോഷമല്ലടാ. എടാ, എങ്ങനെ നിന്നെ കൊണ്ട് ഇത് സാധിച്ചു എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഉള്ളിലുണ്ടാവുന്ന ഒരു തരിപ്പില്ലേ. മോർ ഓവർ നിങ്ങൾക്ക് നിങ്ങൾ ആരാണെന്ന് തെളിയിച്ചു കൊടുക്കാൻ. അത് നിങ്ങൾക്ക് കഴിവില്ലാത്തോണ്ടല്ല, നിങ്ങൾ തുടങ്ങാത്തോണ്ടാ, നിങ്ങൾ വിചാരിക്കാത്തോണ്ടാ, നിങ്ങൾ ഇറങ്ങാത്തോണ്ടാ. എടാ, ഇമാതിരി ചിന്തകളൊക്കെ എടുത്ത് അങ്ങോട്ട് കാട്ടിലെറി. കാരണം നിങ്ങളുടെ സിലബസ് ആണ് ലിമിറ്റഡ്, നിങ്ങളുടെ പൊട്ടൻഷ്യൽ അല്ല. നിങ്ങളെ മാറ്റി നിർത്തിയവരെയും കളിയാക്കിയവരുടെയും മുന്നിലൊക്കെ മറുപടി പറയണമെന്നുണ്ടെങ്കിൽ മാർക്ക് വേണം. തോറ്റ് കഴിഞ്ഞാൽ ലൂസേഴ്സ് പറയുന്ന ഒരു എക്സ്ക്യൂസ് മാത്രമാണത്. കഴിഞ്ഞ അക്കാഡമിക് ഇയറിൽ SSLC എക്സാം പാസ്സായ 4,24,000 കുട്ടികളിൽ 61,449 കുട്ടികൾക്കാണ് ഫുൾ എ പ്ലസ് കിട്ടിയത്. ബാക്കി വന്ന 3,60,000 കുട്ടികൾ നിങ്ങളെ പോലെ തന്നെ ഇതിൽ 80% പേരും നമുക്കെല്ലാം ലാസ്റ്റ് പഠിക്കാം, തുടക്കത്തിൽ ഒന്നും ചെയ്യാണ്ട് ഓണം എക്സാം ഒന്നും സീരിയസ് ആയിട്ട് കാണാതെ എല്ലാം കൂടെ അങ്ങോട്ട് കൂട്ടി വെച്ചിട്ട് അവസാനം കുറെ ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചാലും ഒക്കെ ഫുൾ എ പ്ലസ് കിട്ടുമെന്ന് വിചാരിച്ചിരുന്ന ആൾക്കാരാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, ഇവർ തുടക്കത്തിൽ തന്നെ കുറച്ച് ഡിസിപ്ലിൻഡ് ആയിട്ട് ഡെയിലി കുഞ്ഞു കുഞ്ഞു ഗോൾസ് ഒക്കെ സെറ്റ് ചെയ്ത് ലേറ്റ് നൈറ്റുകളും ഏർലി മോർണിംഗ്സ് ഒക്കെ ഇവരുടെ ഫ്രണ്ട് ആക്കി മാറ്റിയിട്ട് ഇവർക്ക് വലിയൊരു ഡ്രീം ഉണ്ട്, ഫുൾ എ പ്ലസ് വാങ്ങിക്കുക എന്നുള്ള ഒരു സ്വപ്നമുണ്ട്. ആ സ്വപ്നം ഉണ്ടായിട്ട് അതിന് വെച്ച കാല് പിന്നോട്ട് വെക്കില്ല എന്നുള്ള ഒരു ഉറച്ച തീരുമാനം ഉണ്ടായിരുന്നെങ്കിൽ ഈ കാണുന്ന നമ്പർ നമ്മളിപ്പോൾ ലക്ഷക്കണക്കിനായിട്ട് കണ്ടേനെ. നിങ്ങൾക്ക് ഒരൊറ്റ കാര്യം ആലോചിക്കുക, നിങ്ങൾ ഈ പറഞ്ഞ SSLC എക്സാം കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ വർഷത്തിലേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത് അഭിമാനത്തോടു കൂടി നോക്കണോ അല്ലാന്നുണ്ടെങ്കിൽ റിഗ്രറ്റോട് കൂടി നോക്കണോ എന്നുള്ളത്. നമ്മൾ എക്സ്ക്യൂസസ് പറയും, നമുക്ക് മാർക്ക് വേണ്ട അല്ലേ, നമ്മൾ മാർക്സ് ഡസന്റ് ഡിഫൈൻ അവർ ഫ്യൂച്ചർ എന്നൊക്കെ പറയാ. നിങ്ങൾ ആലോചിക്കേ, ഒരു പണിയെടുക്കാതെ ഒരു ബോധവും ഇല്ലാതെ തോറ്റ് കഴിഞ്ഞാൽ ലൂസേഴ്സ് പറയുന്ന ഒരു എക്സ്ക്യൂസ് മാത്രമാണത്. നിങ്ങൾക്ക് മാർക്ക് വേണ്ടേ? നിങ്ങൾ ആലോചിക്കേ, നിങ്ങൾക്ക് നല്ല യൂണിവേഴ്സിറ്റികളിൽ നല്ല കോഴ്സുകളിൽ ആരെയും ബുദ്ധിമുട്ടിക്കാതെ നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ മാർക്ക് വേണം. നിങ്ങളെ മാറ്റി നിർത്തിയവരെയും കളിയാക്കിയവരുടെയും മുന്നിലൊക്കെ മറുപടി പറയണമെന്നുണ്ടെങ്കിൽ മാർക്ക് വേണം. നമുക്ക് വേണ്ടി അത്രയും ത്യാഗം ചെയ്യുന്ന നമ്മളുടെ പേരൻസ് അവരുടെ കണ്ണുകൾ അഭിമാനത്തിൽ ഇങ്ങനെ തുളുമ്പണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്ക് വേണം. ഇതിന് നിങ്ങളുടെ മുന്നിലുള്ള ചലഞ്ച് ചെയ്താ ഈ വരുന്ന SSLC ബോർഡ് എക്സാം. അതിന് നിങ്ങൾ എത്രയും നേരത്തെ പണി തുടങ്ങുന്നോ അത്രയും നേരത്തെ നമുക്ക് നമ്മളുടെ സ്വപ്നത്തിലേക്ക് നടന്ന് നമ്മളിങ്ങനെ അടുത്തുകൊണ്ടേയിരിക്കും. മക്കളെ, ഈ ഓൺ എക്സാം എന്ന് പറയുന്നത് നിങ്ങൾ അത്രയും സീരിയസ് ആയിട്ടൊന്ന് കാണ്. നിങ്ങളൊന്ന് ഇറങ്ങി നോക്കിയതിൻ്റെ അകത്ത് നിങ്ങളൊന്ന് പണിയെടുത്ത് നോക്ക്, നിങ്ങളൊന്ന് തുടങ്ങി നോക്ക്. യു ഡോണ്ട് നീഡ് ടു ബി ഗ്രേറ്റ് ടു സ്റ്റാർട്ട്, ബട്ട് യു ഹാവ് ടു സ്റ്റാർട്ട് ഗ്രേറ്റ് എന്നാ. മക്കളെ, ഒന്ന് തുടങ്ങിയാൽ മതി. നിങ്ങൾ തുടങ്ങി കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി നിങ്ങളൊരു പകുതി വരെ നിങ്ങൾ ജയിച്ചു കഴിഞ്ഞു. നിങ്ങൾ അതിലേക്ക് ഒന്ന് ഇറങ്ങി പണിയെടുക്കാൻ റെഡിയാവുക. കാരണം നമുക്ക് എക്സ്ക്യൂസസ് ആ, ഇന്ന് മൂടില്ല, നാളെ പഠിക്കാം, അല്ലെങ്കിൽ ഇത് എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല. എടാ, ഇമാതിരി ചിന്തകളൊക്കെ എടുത്ത് അങ്ങോട്ട് കാട്ടിലെറി. കാരണം നിങ്ങളുടെ സിലബസ് ആണ് ലിമിറ്റഡ്, നിങ്ങളുടെ പൊട്ടൻഷ്യൽ അല്ല. അതാദ്യം മനസ്സിലാക്കുക. നിങ്ങൾ മൗണ്ട് എവറസ്റ്റ് ഒന്നും അല്ല കയറാൻ പോകുന്നത്. ഈ ഇത്തിരി പോകുന്ന സിലബസിൽ ആ കുറച്ച് ചാപ്റ്റേഴ്സ് ഒന്ന് നേരത്തെ കുറച്ച് പെട്ടെന്ന് തന്നെ പഠിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഈ വിചാരിക്കുന്ന ഫുൾ എ പ്ലസ് ഒക്കെ പുഷ്പം പോലെ നിങ്ങളുടെ കയ്യിൽ പോരും. ഇത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. നമ്മളെല്ലാം കൂടെ കൂട്ടി വെക്കി ലാസ്റ്റിലേക്ക്. എടാ, ഇത്രയും നേരത്തെ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇപ്പോഴേ നിങ്ങൾ തുടങ്ങുകയാണ്, നിങ്ങൾ ഇപ്പോഴേ നിങ്ങളുടെ അൾട്ടിമേറ്റ് വിക്ടറിയിലെ സ്റ്റെപ്പുകൾ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ അത് കഴിവുള്ളവർ കൊണ്ടുപോകും. അത് നിങ്ങൾക്ക് കഴിവില്ലാത്തോണ്ടല്ല, നിങ്ങൾ തുടങ്ങാത്തോണ്ടാ, നിങ്ങൾ വിചാരിക്കാത്തോണ്ടാ, നിങ്ങൾ ഇറങ്ങാത്തോണ്ടാ. ഒരു ബോധം വരുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സക്സസിനൊന്നും ഇങ്ങനെ വിഷ്വലൈസ് ചെയ്ത് നോക്ക്. എടാ, നമുക്ക് വേണ്ടി എല്ലാം മാറ്റിവെച്ച് സ്വന്തം ഇഷ്ടങ്ങൾ വരെ മാറ്റിവെക്കുന്ന നമ്മളുടെ പേരൻസ് മറ്റുള്ളവരുടെ മുന്നിൽ ഇങ്ങനെ അഭിമാനത്തോടു കൂടി തലയുയർത്തി നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് വന്നിട്ട് ചോദിക്കുകയാണ്, എടാ എങ്ങനെ നിന്നെ കൊണ്ട് ഇത് സാധിച്ചു എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഉള്ളിലുണ്ടാവുന്ന ഒരു തരിപ്പില്ലേ. അല്ലെങ്കിൽ നിങ്ങളെ മാറ്റി നിർത്തിയവരുണ്ടാവും, കളിയാക്കിയവരുണ്ടാവും. അത് ഫ്രണ്ട്സ് ആവട്ടെ, ടീച്ചേഴ്സ് ആവട്ടെ, കുടുംബക്കാരാവട്ടെ, ഇവരുടെ മുന്നിലൊക്കെ അഭിമാനത്തോടെ നിങ്ങൾ തലയുയർത്തി നിൽക്കുന്നത് ആലോചിച്ച് നോക്ക്. മോർ ഓവർ ഇവരോടൊക്കെ നിങ്ങൾ പറയും, ഞാനിത് കഷ്ടപ്പെട്ട് പണിയെടുത്തുണ്ടാക്കിയതാന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നൊരു സന്തോഷമല്ലടാ. അതാലോചിക്ക്. ഇതിനു വേണ്ടി നിങ്ങൾ പണിയെടുക്ക്. ഇന്ന് മുതൽ, നാളെയല്ല, ഇന്ന് മുതൽ നിങ്ങളൊരു മിഷനിലായിരിക്കണം. നിങ്ങളെ മാറ്റി നിർത്തിയവർക്ക്, കളിയാക്കിയവർക്ക് മറുപടി കൊടുക്കാൻ, നിങ്ങളുടെ പേരൻസിന് വേണ്ടി മോർ ഓവർ നിങ്ങൾക്ക് നിങ്ങൾ ആരാണെന്ന് തെളിയിച്ചു കൊടുക്കാൻ ബി ഇൻ എ മിഷൻ. സോ ആ നിങ്ങൾക്ക് കിട്ടുന്ന 24 hours നിങ്ങളൊരു വെപ്പണാക്കി മാറ്റ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്യൂച്ചർ സെറ്റ് ആക്കാനുള്ള ഒരു ആയുധമാക്കി മാറ്റ്. ഇതിന് നിങ്ങളൊരു ചാമ്പ്യൻ ആയിട്ടോ, നിങ്ങൾ ഭയങ്കര ജീനിയസ് ആയിട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര സെറ്റപ്പിലോ നിങ്ങൾ ഉണ്ടായിക്കോളുന്ന ഒരു നിർബന്ധമില്ല. നിങ്ങളുടെ ഉള്ളിൽ ആ തീ ഇങ്ങനെ ആളി കത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ. നിങ്ങൾ റെഡി ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇതിലേക്ക് ഇറങ്ങി കളിക്കാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഉള്ളിൽ ആ തീ ഇങ്ങനെ ഇപ്പോഴും കത്തിക്കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. കാരണം നിങ്ങൾക്ക് വേണ്ടി മാത്രം ഞങ്ങളൊരു കമ്മ്യൂണിറ്റി
കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഉള്ളിൽ കിടക്കുന്ന ആ തീ ഉണ്ടല്ലോ, അതിനെ ഞങ്ങൾ ഇങ്ങനെ കത്തിച്ചു തരും. കത്തിച്ച് നിങ്ങളുടെ അൾട്ടിമേറ്റ് വിക്ടറിയിലേക്ക് നിങ്ങൾ എത്തിക്കാൻ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഈ ഓണം എക്സാം മുതൽ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ മക്കളെ ഉറപ്പാണ്, ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. നിങ്ങൾ ഇറങ്ങാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങൾ അവിടെ എത്തിച്ചിട്ടുണ്ടാവും. അതിന് നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിന്നാൽ മതി. എന്താ നിങ്ങൾക്ക് വേണ്ടത്? സപ്പോർട്ടാണോ, മെന്റർഷിപ്പാണോ, എന്തും ഞങ്ങൾ തന്നിട്ടുണ്ടാവും. എവറിത്തിങ്. ഇതിനു വേണ്ടി മാത്രമാണ് നിങ്ങൾക്ക് ആ കമ്മ്യൂണിറ്റി നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. ഞങ്ങളുടെ മക്കളെ അവരുടെ സ്വപ്നത്തിലേക്ക് എത്താൻ കഴിഞ്ഞ വർഷം നമ്മൾ ഈ കാണുന്ന നമ്പർ ഇതിനെ ലക്ഷക്കണക്കിനാക്കി മാറ്റാൻ, ഈ കേരളത്തിലുള്ള കുട്ടികളുടെ സ്വപ്നത്തിലേക്ക് അവരെ എത്തിക്കാൻ വേണ്ടി മാത്രം നിങ്ങൾക്ക് വേണ്ടി തുടങ്ങുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. മിസ് ചെയ്യരുത്. ഞങ്ങളുടെ കൂടെ കൊടുക്കോ. നമ്മൾ ഒരുമിച്ച് ഈ സാധനം കയ്യിലെടുത്തിട്ടുണ്ടാവും.